റമദാൻ ദിവസങ്ങളും ബവാദി സൂക്കും അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. ഇപ്പോൾ ജിദ്ദയിലെ ഒരുപാട് സൂക്കുകളുള്ള ഒരു സ്ഥലമാണ് ഈ ബവാദി എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇവിടെയൊക്കെ എന്താ ഇങ്ങനെ കാലിയാക്കി ഇട്ടിരിക്കുന്നതെന്നല്ലേ നിങ്ങൾ നോക്കുന്നത്. ഇനി നമുക്ക് പുകെ കാണാം. ഇവിടെ ഇങ്ങനെ ഓരോ കടകൾ അവർ അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഓൾറെഡി ഒരുപാട് ഷോപ്പുകളുണ്ട്. അതുകൂടാതെ ഈ റംദാനൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്പെഷ്യലായിട്ട് കുറച്ച് സ്റ്റോളുകളൊക്കെ തുടങ്ങും. ഇതുപോലെയുള്ള സ്റ്റോളുകൾ കുറേ ടൈപ്പ് ക്യാൻഡീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ. പക്ഷേ വെയിറ്റിനനുസരിച്ച് അവർ പൈസ മേടിക്കും. നമുക്കിവിടെ ഇഷ്ടമുള്ള അത്രയും ടേസ്റ്റ് നോക്കാൻ അവർ തരും. ഇഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് മേടിക്കാൻ പറ്റും. ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണവും അതല്ല ഇഷ്ടമുള്ള അത്രയും നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ പൈസ അവർ പറയുന്നത് 200 ഗ്രാം തൊട്ടിട്ടാണ്. 200 ഗ്രാമിന് ഫിക്സഡ് പ്രൈസ്. അത് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനും മക്കളും ഇതൊരു മിഠായി പെറുക്കൽ മത്സരമായിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അവരെക്കൊണ്ട് പറ്റുന്നത് പല ഭാഗത്തുനിന്നും അവരും വാരി കൊണ്ടുവരുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാനും വാരി എടുക്കുന്നുണ്ട്. അത് പോരാതെ അവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ സാമ്പിൾ നോക്കാനായിട്ട് തരുന്നുണ്ട്. അതുപോലെ നിർബന്ധിച്ചും കഴിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആളുടെ വിചാരം ഇതൊക്കെ സ്പെഷ്യലാണെന്ന്. ആളെടുത്ത് തന്നത് നമ്മുടെ നാട്ടിലെ പുളിമിഠായി ഉണ്ടല്ലോ, അതാണ് ആൾ എനിക്ക് വളരെ സ്പെഷ്യലാണെന്നും പറഞ്ഞ് തരുന്നത്. നമ്മൾ ഈ പുളിമിഠായിയൊക്കെ എത്ര കണ്ടതാല്ലേ. പക്ഷേ നമ്മൾ കാണാത്ത കുറേ ഐറ്റംസും അവിടെ ഉണ്ട് കേട്ടോ. ജിദ്ദയിൽ ഷോപ്പിങ്ങിന് ഒരുപാട് സൂക്കുകളുണ്ടെങ്കിലും ഈ ഒരു ബവാദി സൂക്ക് എന്തുകൊണ്ടോ ഒരു ഹാപ്പിനെസ് ഒരുപാട് നൽകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ജിദ്ദയിലുള്ളവരും ഇനി ജിദ്ദ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ബവാദി സൂക്ക്. അതും കഴിയുമെങ്കിൽ ഈ റമദാൻ രാവുകളിലാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ്. അത്രയും അടിപൊളിയായിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ബഹളമൊന്നും ഒരുപാട് ഇഷ്ടമല്ലാത്ത എനിക്ക് എന്തോ ഈ ഒരു ബഹളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരുപക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ ആ ഷോപ്പുകളിലേക്ക് വസ്തുക്കളിലേക്ക് പോകുന്നതുകൊണ്ടായിരിക്കാം അവിടെ ഉള്ളതൊന്നും ഒരു ബഹളമായിട്ട് പോലും തോന്നാറില്ല. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ കാഴ്ചകളൊക്കെ ഒരുപാട് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.